നമുക്കെല്ലാം പൈസ മിച്ചം വെക്കുന്നത് എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ള ഒരു താല്പര്യം ഉണ്ടാവും. അപ്പോൾ ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നതിന് മുമ്പ് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഇന്നത്തെ വീഡിയോ നമ്മൾ അതിനെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. പ്രധാനപ്പെട്ടമായിട്ട് 4 കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോൾ നമുക്കതിന് നിയമപരമായിട്ടുള്ള ഒരു പ്രാബല്യം ഉണ്ടാവണം. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ ഒരു ലാൻഡ് മേടിക്കുകയാണ്, സ്ഥലം മേടിക്കുകയാണ്. ആ സ്ഥലം മേടിക്കുന്നത് നിയമപരമായി ആ പൈസ നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് അതിനകത്ത് റൈറ്റ് കിട്ടണം. ലീഗൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവരുത്. അപ്പൊ ലീഗൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാതിരിക്കാൻ എന്ത് വേണം? ഗവൺമെന്റ് നമുക്ക് അനുമതി തരണം, അല്ലെ? ഗവൺമെന്റ് ആണ് ഇന്ത്യയിൽ, കേരളത്തിലൊക്കെ ഭൂമികളുടെ നിയമപരമായ പ്രാബല്യം, അവകാശം നമുക്ക് ഉറപ്പുവരുത്തുന്നത്. നമ്മൾ ഗവൺമെന്റിന് നികുതി അടയ്ക്കുന്നുണ്ട്. അപ്പൊ ഇതേപോലെ ഏത് തരം ഇൻവെസ്റ്റ്മെന്റ് നടത്തിയാലും അതിന് നിയമപരമായ ഒരു പ്രാബല്യം ഉണ്ടാവണം. അതിന് ഒരു റെഗുലേറ്ററി ബോഡി ഉണ്ടാകണം. ഇപ്പൊ നേരത്തെ പറഞ്ഞു, ലാൻഡിന്റെ കാര്യത്തിൽ ഗവൺമെന്റ് ആണ് അതിന്റെ ലോസ് കൺട്രോൾ ചെയ്യുന്നത്. ഇന്ത്യയിലെ നിക്ഷേപങ്ങളെ സംബന്ധിച്ച്, അതായത് കമ്പനികളുള്ള നിക്ഷേപങ്ങളെ സംബന്ധിച്ചിട്ടാണെങ്കിൽ സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, സെബി ആണ് അതിനെ റെഗുലേറ്റ് ചെയ്യുന്നത്. ഇനി അത് നേരെ മറിച്ച് നമ്മുടെ ഇൻഷുറൻസ് സെഗ്മെന്റിലേക്ക് വരികയാണെങ്കിലോ, ഇൻഷുറൻസ് റെഗുലേറ്ററി ഡെവലപ്മെന്റ് അതോറിറ്റി എന്ന് പറഞ്ഞിട്ട് IRDAയുടെ ഒരു റെഗുലേഷൻ ഉണ്ട്. ഇനി നമ്മൾ ബാങ്കിങ് സെഗ്മെന്റിലേക്ക് വരുവാണെങ്കിലോ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒരു റെഗുലേറ്ററി അതോറിറ്റി ആയിട്ട് അവിടെയുണ്ട്. അപ്പൊ ഏത് തരം ഇൻവെസ്റ്റ്മെന്റ് ആണെങ്കിലും അതിനെ നിയമപരമായ പ്രാബല്യത്തിൽ കൊണ്ടുവരുന്ന ഒരു റെഗുലേറ്ററി അതോറിറ്റി അല്ലെങ്കിൽ ഒരു ഗവൺമെന്റിന്റെ ഒരു ഏജൻസി, അല്ലെങ്കിൽ ഗവൺമെന്റ് തന്നെ ഒരു ബാക്കപ്പ് ഉണ്ടാകുന്ന ഒരു സിസ്റ്റം ഉണ്ടാകണം. അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടാവും എന്നുള്ളതാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്. ഇപ്പൊ റിയൽ എസ്റ്റേറ്റിന്റെ മേഖലയിൽ വരുമ്പോൾ ഇൻവെസ്റ്റേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ് രജിസ്ട്രേഷൻ അതോറിറ്റി, റെറയുണ്ട്. ഇതൊക്കെ റെഗുലേറ്ററി അതോറിറ്റിയാണ്. അപ്പൊ ഇവരുടെയൊക്കെ ഒരു നിയമപരമായ പ്രാബല്യം ഉണ്ടോ എന്നുള്ളത് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യണം. ഇതിനുശേഷം രണ്ടാമത്തെ കാര്യം നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ലിക്വിഡിറ്റി എന്ന് പറഞ്ഞ ഘടകമാണ്. ചിലപ്പോൾ ലിക്വിഡിറ്റി എന്നൊക്കെ നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുകയായിരിക്കും. എന്താണ് ലിക്വിഡിറ്റി? നമ്മൾ ഒരു പൈസ അല്ലെങ്കിൽ ഒരു വസ്തു അല്ലെങ്കിൽ ഒരു കാര്യത്തിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു. ആ ഇൻവെസ്റ്റ് ചെയ്ത പണം നമുക്ക് എത്ര വേഗം തിരികെ എടുക്കാൻ പറ്റും? ഇപ്പൊ നമ്മൾ ലാൻഡിന്റെ കാര്യത്തിലാണെങ്കിലും നമ്മൾ ഒരു ഏക്കർ സ്ഥലം മേടിച്ചു, അത് നമ്മൾ വേറൊരാൾക്ക് കൊടുത്ത് കച്ചവടം ചെയ്ത് അയാൾ പൈസ തരുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? ആ പൈസ നമുക്ക് തിരികെ എടുക്കാൻ കഴിയുന്നത്. നമുക്ക് എന്ത് ചെയ്യണം? വേറൊരു ബയ്യറെ കിട്ടണം. മേ ബി ചിലപ്പോൾ ദിവസങ്ങളോ മാസങ്ങളോ ചിലപ്പോൾ വർഷങ്ങളോ ആ പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്ത പൈസ നമുക്ക് തിരികെ കിട്ടുവാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ ലിക്വിഡിറ്റി എന്ന് പറയുന്നത് ഇവിടെ വളരെ കുറഞ്ഞിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി നേരെ മറിച്ച് അത് ഒരു മ്യൂച്വൽ ഫണ്ടിലെ ഇൻവെസ്റ്റ്മെന്റ് ആണെന്ന് വിചാരിച്ചോളൂ. നമ്മൾ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നു. അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നോർമലായിട്ട് തിങ്കൾ ടു ഫ്രൈഡേ വർക്കിംഗ് ഡേയ്സ് ആണെങ്കിൽ, അവധികൾ ഇല്ലാത്ത ദിവസമാണെങ്കിൽ ഏത് ദിവസം നമ്മൾ സെല്ല് ചെയ്താലും അതിനുശേഷം 2 ദിവസം കഴിയുമ്പോഴത്തേക്കും നമ്മുടെ അക്കൗണ്ടിലേക്ക് പൈസ കിട്ടും. അപ്പൊ അവിടെ ലിക്വിഡിറ്റി എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ്. പിന്നെ നേരെ മറിച്ച് ഒരു ഇൻഷുറൻസ് ബോണ്ടിലാണ് അല്ലെങ്കിൽ ഇൻഷുറൻസ് പോളിസിയിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തത് എന്ന് വിചാരിക്കുക. ഉദാഹരണത്തിന് LICയുടെ ഒരു എൻഡോവ്മെന്റ് പ്ലാനിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു. അങ്ങനെ LICയുടെ ഒരു എൻഡോവ്മെന്റ് പ്ലാനിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ LICയിൽ അവർ പറയും, ആദ്യത്തെ ഇത്ര സമയത്തേക്ക് വരെ നമ്മൾ റിട്ടേൺ എടുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ സറണ്ടർ വാല്യൂവിന്റെ 35% തരുകയുള്ളൂ എന്ന് പറയും. അപ്പൊ നമ്മളെ സംബന്ധിച്ച് എന്ത് പറ്റി? നമ്മുടെ ലിക്വിഡിറ്റി അവിടെ വളരെ കുറഞ്ഞുപോയി. അപ്പൊ ഇതേ സംഭവമാണ് ഇതേപോലെ പൈസ നമ്മൾ എത്ര വേഗം ആ അസറ്റിനെ കൺവേർട്ട് ചെയ്ത് മണിയാക്കി മാറ്റാൻ പറ്റുന്നു എന്നുള്ളതിനെ അടിസ്ഥാനം പറയുന്നതാണ് ലിക്വിഡിറ്റി. അപ്പൊ ഇതുവരെ 2 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന്, അതിനൊരു റെഗുലേറ്ററി അതോറിറ്റി ഉണ്ടോ അല്ലെങ്കിൽ അത് നിയമപരമായിട്ട് പ്രാബല്യത്തിലുണ്ടോ, അതിന്റെ അവകാശം നമുക്കുണ്ടോ എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം നമ്മൾ പറഞ്ഞത് അതിന്റെ ലിക്വിഡിറ്റി ഘടകമാണ്. അതായത് ആ പണം, ആ അസറ്റിനെ വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് പണമായിട്ട് എത്ര വേഗം എളുപ്പത്തിൽ കൺവേർട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. ഇനി മൂന്നാമത്തെ കാര്യം നമ്മൾ നോക്കേണ്ടത് ഇതിനകത്ത് എത്രമാത്രം റിസ്ക് ഉണ്ട് എന്നുള്ളതാണ്. ഓരോ ഇൻവെസ്റ്റ്മെന്റിനും ഓരോ തരത്തിലുള്ള റിസ്കുകൾ ഉണ്ടാകാം. ഇപ്പൊ ഒന്ന്, ഇൻഫ്ലേഷൻ ഒരു റിസ്ക് ആണ്. എന്താണ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന റിസ്ക്? നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത വാല്യൂ അതിന് പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള ആ വാല്യൂ പ്രൊട്ടക്റ്റഡ് ആവുന്നുണ്ടോ എന്നുള്ളതാണ് ഇൻഫ്ലേഷന്റെ റിസ്ക്. ഇനി അടുത്ത റിസ്ക് ഉണ്ട്, ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്ത ഫണ്ടിന്റെ വാല്യൂ അതിനേക്കാൾ താഴോട്ട് പോകാം, നമുക്ക് ലോസ് സംഭവിക്കാം. ആ റിസ്ക് ഇതിനകത്ത് ഉണ്ടോ, ഈ ഇൻവെസ്റ്റ്മെന്റിൽ ഉണ്ടോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പൊ നമുക്ക് എത്രമാത്രം റിസ്ക് എടുക്കാൻ പറ്റും? നമ്മൾ ഒരു 100 രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, ആ 100 രൂപയും പോയാലും കുഴപ്പമില്ല,
എന്നുള്ളത് ഒരു റിസ്ക് എലമെന്റ് ആണ്. ഓക്കെ, എനിക്ക് ആ പൈസയിൽ നിന്ന് അത്രമാത്രം ഡിപ്പെൻഡൻസി ഇല്ല. ആർക്കും പൈസ നഷ്ടപ്പെടാൻ ഒരാളും ആഗ്രഹിക്കുന്നില്ല. പക്ഷെ എന്നാലും നമ്മൾ അതിനകത്തുള്ള റിസ്ക് എലമെന്റ് മെഷർ ചെയ്യണം. ഇപ്പൊ ഒരു ലോട്ടറി എടുക്കുന്നതിൽ എന്താണ് റിസ്ക് ഉള്ളത്? ആ എടുക്കുന്ന നിമിഷം തന്നെ അതിന്റെ വാല്യൂ 0 ആയിട്ട്, കാരണം ലക്ഷത്തിൽ ഒരാൾക്കാണ് അതിനകത്ത് സമ്മാനം കിട്ടുക. അപ്പൊ അത് സംഭവിക്കാനുള്ള സാധ്യത എന്ന് പറയുന്നത് വളരെയധികം കുറവാണ്. ഭൂരിഭാഗം കേസുകളിലും ആ പൈസ 100% നഷ്ടമാണ്. അപ്പൊ അതൊരു നല്ല ഇൻവെസ്റ്റ്മെന്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? പറ്റില്ല. അത് നമുക്ക് തിരികെ കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പൊ ലോട്ടറി എന്ന് പറയുന്നത് വളരെ റിസ്കി ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. ആരെങ്കിലും ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ടോ ലോട്ടറി വളരെ റിസ്കി ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ് എന്നുള്ളത്? അപ്പൊ നമ്മൾ റിസ്കിന്റെ ടൈമിൽ മെഷർ ചെയ്യുമ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാം വളരെ റിസ്കി ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ ആണ് ലോട്ടറിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. നമ്മുടെ ക്യാപിറ്റൽ ആ ഇൻവെസ്റ്റ് ചെയ്യുന്ന നിമിഷം തന്നെ വാനിഷ് ആയി പോകും. ഇനി മൂന്നാമത്തെ കാര്യം, നമുക്ക് റിട്ടേൺ കിട്ടുന്നു ഉണ്ടോ എന്നുള്ളതാണ്. എത്ര ശതമാനം നമുക്ക് റിട്ടേൺ കിട്ടുന്നു? നമ്മൾ 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തു, 1 വർഷം കഴിഞ്ഞു, എന്റെ ഇൻവെസ്റ്റ്മെന്റ് എത്ര രൂപയായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്? അത് 1 വർഷം കഴിഞ്ഞപ്പോൾ 1,06,000 ആണോ ആയിട്ടുള്ളത്? അല്ലെങ്കിൽ 1,10,000 ആയിട്ടുണ്ടോ? അല്ലെങ്കിൽ 1,30,000 ആയിട്ടുണ്ടോ? അല്ലെങ്കിൽ 2 ലക്ഷം രൂപയായിട്ടുണ്ടോ എന്നുള്ളതിനെ നമ്മൾ മെഷർ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ, റിട്ടേൺ എന്ന് പറയുക. അപ്പൊ ഈ പ്രധാനപ്പെട്ട ഈ 4 കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നതിന് മുമ്പ്. അത് ഒരിക്കൽ കൂടി ഞാൻ പറയാം. 1, അതിന് റെഗുലേറ്ററി അതോറിറ്റി ഉണ്ടോ? 2, അതിന് റിസ്ക് എലമെന്റ്സ് ഉണ്ടോ? 3, അതിന് റിട്ടേൺ കിട്ടുന്നുണ്ടോ? 4, അതിന് എത്രമാത്രം ലിക്വിഡിറ്റി ഉണ്ട്. അപ്പൊ ഇത്രയും നേരം നിങ്ങൾ എന്റെ വീഡിയോ കേട്ടിരുന്നതിൽ ഞാൻ നിങ്ങളോട് നന്ദി പറയുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. ഇതേപോലെയുള്ള നിങ്ങൾക്ക് വേറെ ഒരിടത്തും കിട്ടാത്ത രീതിയിലുള്ള സാമ്പത്തിക വിദ്യാഭ്യാസ വീഡിയോകളാണ് ഞങ്ങൾ ഇറക്കാൻ പോകുന്നത്. തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക.